എന്തായാലും ഈ വിഷയത്തിലെ CPM-ന്റെ പ്രതിരോധം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡീൽ ആക്ഷേപം ഏത് തരത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയെങ്കിൽ അതിന് എന്ത് പ്രശ്നം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. VV അരുൺ കൂടി നമുക്കൊപ്പമുണ്ട്. അരുൺ, ഡീൽ ആക്ഷേപമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ആക്ഷേപത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് CPM-ന് മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. സ്വാഭാവികമാണ് ഇതിനെ എങ്ങനെ മുഖ്യമന്ത്രി അടക്കം പ്രയോഗിച്ച പ്രതിരോധം നമുക്കറിയാം. ഇനി മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണാനിരിക്കുന്നതാണ്. CPM യഥാർത്ഥത്തിൽ ഈ ഡീൽ ആക്ഷേപത്തെ പ്രതിരോധിച്ചത് വഴികൾ എന്തൊക്കെയാണ്? അത് അത്ര കണ്ട് ഫലവത്തായിട്ടുണ്ടോ? എങ്ങനെ നമുക്ക് വിലയിരുത്തണം? കോലിബി സഖ്യം മുതലുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും ഈ ഡീൽ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. എക്കാലത്തും BJP-യുമായി ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. മാത്രമല്ല അതിൽ CPM ഒരു അപകടം കൂടി കാണുന്നത് CPM BJP ഡീൽ എന്ന കോൺഗ്രസ് പ്രചരണം അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് നീക്കമായാണ്. മുസ്ലിം ലീഗിൻ്റെയും അത്തരം നീക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തോടു കൂടി CPM അതിനെ കാണുന്നത്. ഇന്നലെ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് അതുതന്നെയാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കം നടത്തുന്നു. എന്നാൽ പണ്ടുകാലം മുതൽ BJP-യുമായി ചേർന്ന് പോകുന്നത് കോലിബി സഖ്യത്തിന് വടകര ആ കാലഘട്ടം മുതൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല സംഘപരിവാർ വിരുദ്ധ പോരാട്ടം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ തയ്യാറായിട്ടില്ല എന്ന നിരന്തര ചോദ്യം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോഴും അതിനുള്ള മറുപടിയും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നേരത്തെയും സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ ശക്തമായി എടുത്തത് CPM-ആണ്. കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടി മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് സംസ്ഥാനത്തെ വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനെതിരെ പലപ്പോഴും കേന്ദ്രത്തിൽ വരെ പോയി സമരം ചെയ്തത് ഈ സർക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ ഈ മുന്നണി മാത്രമാണ്. അവിടെയും കോൺഗ്രസ് കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറായിട്ടില്ല എന്ന ഒരു വിമർശനം കൂടി കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും SDP സഖ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് CPM കൃത്യമായ നിലപാട് പറയാത്ത. വോട്ട് വേണമോ വേണ്ടയോ എന്ന് പറയാൻ ഇതുവരെ ഒരു CPM നേതാവും തയ്യാറായിട്ടില്ല. ആരോടും വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരുടെ വോട്ടും വേണ്ട എന്ന പതിവ് തെരഞ്ഞെടുപ്പ് കാല ന്യായീകരണം മാത്രമാണ് ഈ വിഷയത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ BJP-യുമായുള്ള ഡീൽ പൂർണ്ണമായും തള്ളുകയാണ് CPM. അതിന് പകരം കോൺഗ്രസ് ആണ് പലയിടങ്ങളിലും ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് ചില സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെയൊക്കെ ചൂണ്ടിക്കാട്ടി CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ അത്തരം ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. 11 മണിക്ക് മുഖ്യമന്ത്രിയെ മുഖാമുഖ പരിപാടി ഇവിടെ കണ്ണൂരിലുണ്ട്. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലുണ്ട്. അവിടെ ഈ അവസാനവട്ട വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കാം. ഏതായാലും ഡീൽ ആരോപണങ്ങൾ തുടക്കം മുതൽ CPM തള്ളുന്നു. അതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം നിലപാട് അവർ സ്വീകരിക്കുന്നത്. CPM-ഉം BJP-യും ഡീൽ എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഇപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിയിൽ നകന്നുപോയി എന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അങ്ങനെ ഒരു അകൽച്ചയും ഉണ്ടായിട്ടില്ല. അവർ അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ ആരാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാലങ്ങളിലൊക്കെ നിന്നത്? ഓരോ വിഷയവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയത് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ ഒപ്പം നിൽക്കും, സഹായിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ആ സാഹചര്യത്തിലും ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി ഇടതുമുന്നണി അകറ്റാനുള്ള ശ്രമം UDF നടത്തുന്നുണ്ടെന്ന് ഇടതുമുന്നണിയും CPM ഒക്കെ തിരിച്ചറിയുന്നു. അത് കൂടി കണക്കിലെടുത്ത പ്രതിരോധമാണ് ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട വിവാദങ്ങളാണ് നമ്മൾ പരിശോധിച്ചു വരുന്നത്. തീരുന്നില്ല, നിരവധി വിവാദങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണ മോഷണ വിവാദം ഈ തെരഞ്ഞെടുപ്പിനെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന വിഷയമുണ്ട്. ഒപ്പം തന്നെ ഡീൽ ആരോപണങ്ങൾക്കുള്ള മറുപടി, ഒപ്പം FCRA വിവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ ലവ് ജിഹാദ് ആക്ഷേപമടക്കം ഉയർന്നു വന്നു കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.